ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറ്റിനും മലിനമായ ഉറവയ്ക്കും സമം എന്നൊരു വചനമുണ്ട്. സദൃശ്യം 25:26. കുലുങ്ങിപ്പോയ നീതിമാൻ ഈസ് ഈക്വൽ ടു കലങ്ങിയ കിണർ പ്ലസ് മലിനമായ ഉറവ. ദൈവജനത്തെ ഒന്ന് കുലുക്കി കലക്കി മലിനമാക്കി എടുക്കുവാൻ ശത്രു വളരെ വെമ്പുന്നുണ്ട്. നെഹമ്യാവ് 4 മതിലുപണി നടക്കുന്നിടത്ത് ദൈവജനത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്ന് കലക്കമുണ്ടാക്കുവാൻ കൂട്ടുകെട്ടുണ്ടാക്കിയ ശത്രുക്കളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഹൃദയം കലങ്ങിയ അവസ്ഥയിൽ ഹൃദയം തെളിയുവാൻ അവർ സ്വീകരിച്ച മാർഗം സുപ്രധാനമാണ്, അനുകരണീയമാണ്. നെഹമ്യാവ് 8 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ദൈവവചനം തെളിവായി വായിക്കുകയും ഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് കണ്ണെറിയുകയും ചെയ്തു. ദൈവവചനം കേട്ടപ്പോഴൊക്കെയും അവർ ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു. പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ മാത്രം പറയേണ്ട വാക്കല്ല ആമേൻ എന്നുള്ളത്. ദൈവവചനം കേൾക്കുമ്പോഴും ആമേൻ എന്ന് പറഞ്ഞത് സ്വീകരിക്കേണ്ടതാണ്. അതിനെ തുടർന്ന് അവരുടെ ഹൃദയം തെളിയുകയും അവർ എഴുന്നേൽക്കുകയും മഹായാഗങ്ങളെ അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും മതിൽ പണിത് പ്രതിഷ്ഠിക്കുകയും ചെയ്തതായി ചരിത്രം തുടരുന്നതായിട്ട് നാം കാണുന്നു. നാം കലങ്ങുന്നവരല്ല. നമ്മുടെ ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല. 1 കൊരിന്ത്യർ 14. നാം കുലുങ്ങുന്നവരല്ല, നാം ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമാണ്. 1 കൊരിന്ത്യർ 15. എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നാം കുലുങ്ങാത്തവരാണ്. 125 സങ്കീർത്തനം 1 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14:1 നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. 14 അധ്യായം 27 വാക്യത്തിൽ നാം തുടർന്ന് വായിക്കുന്നു, ലോകം തരാത്ത സമാധാനമാണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ഹൃദയം കലങ്ങുകയും അരുത്, ഭയപ്പെട്ടു പോവുകയും അരുത്. 1 പത്രോസ് 3 നാം വായിക്കുന്നു, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ കലങ്ങുകയും ഭ്രമിക്കുകയും ചെയ്യരുത്. അപ്പോൾ നാം ഒന്ന് കുലുങ്ങിപ്പോയാൽ അത് കലക്കത്തിലേക്കും ഉപോൽപ്പന്നങ്ങളായ ഭയത്തിലേക്കും ഭ്രമത്തിലേക്കും നാം എത്തും. അതാണ് ശത്രു ആഗ്രഹിക്കുന്നത്. നാം കലങ്ങിപ്പോകുന്ന അവസ്ഥയിലാണെങ്കിൽ ഉറവയൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ലല്ലോ എന്ന് നാം വായിക്കുന്നുണ്ട്. വിചാരങ്ങളും ഭയങ്ങളും കലക്കവും കുലുക്കവും ആദികളും നമ്മുടെ ഹൃദയത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണെങ്കിൽ, ഒരു നെഗറ്റീവ് എനർജി നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവികമായ ഉറവയല്ല. ദൈവികമായ ഉറവയിൽ 87 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, എൻ്റെ ഉറവുകളൊക്കെയും നിങ്കലേക്കാകുന്നു. ദൈവത്തിൽ നിന്നുള്ള ഉറവയാണെങ്കിൽ അത് മലിനമായ ഉറവ ആയിരിക്കില്ലെന്ന് മാത്രമല്ല, നല്ല ശുദ്ധമായ തെളിഞ്ഞ ഭയമില്ലാത്ത ആശങ്കകളില്ലാത്ത ഒരു ജീവിതമായിരിക്കും നമുക്കുണ്ടായിരിക്കുക. നാം കുടിച്ചിട്ടുള്ള ജീവജലം അത്രയ്ക്ക് ശുദ്ധമാണ്. അത് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവാണ്. അതുകൊണ്ട് ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ എന്ന് സദൃശ്യം 25 നാം വായിക്കുന്നുണ്ടെങ്കിൽ 28:1 ചരിത്രം മാറിയതായിട്ട് വായിക്കുന്നു. അവിടെ നാം വായിക്കുന്നത്, ആരും ഓടിക്കാതെ ഈ ദുഷ്ടൻ ഓടിപ്പോയി, നീതിമാനോ ബാലസിംഹം പോലെ നിർഭയനായിട്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? നീതിമാനായ വ്യക്തിക്കറിയാം തൻ്റെ പിതാവ് യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. അതുകൊണ്ട് ബാലസിംഹം പോലെ നിർഭയനായിട്ട് അവൻ ഇരിക്കുകയാണ്. ആകയാൽ പ്രിയരെ, മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.